ദുൽഖർ നൈൻ എന്ന ചക്രവർത്തിയുടെ അടുത്തേക്ക് കുറച്ചു ഗോത്രക്കാർ വന്ന് സഹായം ചോദിച്ചത് ഓർക്കുക. യഅജൂജ് മഅജൂജ് എന്ന വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ വന്ന് അക്രമം പ്രവർത്തിക്കുന്ന കാര്യം അറിയിക്കുവാനും അവരിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടി ദുൽഖർ നൈൻ എന്ന ചക്രവർത്തിയും ആ ഗോത്രക്കാരും ചേർന്ന് ഒരു ഇരുമ്പിന്റെ മതിൽകെട്ട് നിർമ്മിക്കുന്ന കാര്യം നിങ്ങളോർക്കുക. അതിനെ ഇപ്പോഴുള്ള മാപ്പിൽ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്താം. ചുവന്ന വരയിൽ വരച്ചിരിക്കുന്നത് ദുൽഖർ നൈൻ എന്ന ചക്രവർത്തിയും കൂട്ടരും കൂടി ഉണ്ടാക്കിയ ഇരുമ്പുകൊണ്ടുള്ള മതിലാണ്. അവർ വന്നാൽ ഈ ലോകത്ത് പലവിധ അക്രമങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ കുന്നിൻമലകൾ അടിച്ചു നിരത്തും. അവിടുത്തെ ധാതുക്കൾ, സ്വർണങ്ങൾ, മൂലദ്രവ്യങ്ങൾ മുതലായവ കൊള്ളയടിക്കും. ജനങ്ങളെ വിഭജിച്ചു കൊല്ലും. ജനങ്ങളെ അടിമകളെപ്പോലെയാകും. നിങ്ങൾ അവരെപ്പോലെ ആകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഭാഗം ആളുകൾ ഭൂമിയിൽ എല്ലായിടത്തും കുഴപ്പമുണ്ടാകും. ഇവരെ സൂക്ഷിക്കുക എന്നതുകൂടി പറഞ്ഞുതന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. 1480-നും 1520-നുമിടയിൽ കൊളംബസ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് പായക്കപ്പലിൽ യാത്ര തുടങ്ങി ചെന്നെത്തിയത് ഒരു രാജ്യത്ത്. അവിടെ ബ്രിട്ടീഷുകാർ പ്രധാന കോളനികൾ സ്ഥാപിച്ചു. ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവ യുദ്ധത്തിലൂടെ 1775-നും 1783-നുമിടയിൽ സ്വാതന്ത്ര്യം നേടിയ അവർ 1787-ൽ ഭരണഘടന അംഗീകരിച്ച് ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിച്ചു. അമേരിക്ക എന്ന് വിളിച്ചു. 1776-ൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 13 കോളനികൾ സ്വാതന്ത്ര്യം നേടി. അമേരിക്കൻ ഐക്യനാടുകൾ കൂടിച്ചേർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഉണ്ടായത്. ഇത്